morning. Today we discuss the sketching of hyperbola in polar coordinates. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എലിപ്സിന്റെ സ്കെച്ചിങ് ആണ്. അതുപോലെ തന്നെയാണ് ഹൈപ്പർബോളയുടെയും. ഹൈപ്പർബോള സ്കെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ മൂന്ന് സംഖ്യകൾ എ സെമി ഫോക്കൽ ആക്സിസ്, ബി സെമി കോൺജുഗേറ്റ് ആക്സിസ്, C distance of focus from center. ഈ മൂന്ന് സംഖ്യകൾ അറിയാം. നമുക്ക് ആദ്യമായി എങ്ങനെയാണ് അവയെ കാണുന്നതെന്ന് നോക്കാം. We have F is the focus, O is the center, A and B are two vertices. From the figure, OA equal to A. Again, OB is also equal to A. Now, what is F? What is C? C is the distance of focus from the center. That means OF equal to C. We can also see that in this triangle, the hypotenuse is C. This other two sides are A and B. C, A, B. As in the case of ellipse, we introduce the numbers R0 and R1 as R0 is the distance from focus to the nearest vertex. So R0, distance from focus to nearest vertex. ഫോക്കസിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള വെർട്ടെക്സിലേക്കുള്ള അകലാണ് R0. അതുപോലെ R1 ഡിസ്റ്റൻസ് ഓഫ് ഫോക്കസ് ഫ്രം ഫാർത്തസ്റ്റ് വെർട്ടെക്സ്. ഏറ്റവും അകലെയുള്ള വെർട്ടെക്സിലേക്കുള്ള അകലമാണ്, ഫോക്കസിൽ നിന്നുള്ള അകലമാണ് R1. ചിത്രത്തിൽ നിന്നും R1 അത് FB ആണ്, R0 FA ആണ്. R0 equal to FA, R1 equal to FB. It is clearly FA is equal to OF minus OA, that is C minus A, and FB is equal to OF plus OB, which is C plus A. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടും: C equal to half of R1 plus R0 and A is equal to half of R1 minus R0. That is, from this triangle, B is equal to root of C square minus A square. That is root of C minus A into C plus A. That is C minus A R0. That is B is equal to root of R0 R1. Using these numbers, we can draw the walls and sketch the conic. Okay. We next see the different steps of identifying and sketching the hyperbola in polar coordinates. One among the standard equations is R equal to ED divided by 1 plus E cos theta. We identify the hyperbola from this equation. For a hyperbola, we know that the eccentricity is greater than 1. So we have identified the hyperbola. Then, as per the convention, നമുക്ക് സാധാരണ അറിയാവുന്നതുപോലെ തന്നെ ഫോക്കസ് അറ്റ് പോൾ. ഇവിടെ ഈ എക്സെൻട്രിസിറ്റി ആണ്, D distance of directrix from the focus.
Okay. Determine E and D. Then fourth step, position of directrix, right or left or above or below pole. ഇതിൽ നിന്നും നമുക്ക് ഫോക്കൽ ആക്സിസ് ഏതാണ് എന്ന് അറിയാൻ സാധിക്കും. ഫോക്കൽ ആക്സിസ് ഈ സാഹചര്യത്തിൽ ഫോക്കൽ ആക്സിസ് ഏതായിരിക്കും? പോളാർ ആക്സിസ് ആയിരിക്കും. പോളാർ ആക്സിസ് ഇവിടെ ഡയറക്ട്രിക്സ് റൈറ്റ് ഓർ ലെഫ്റ്റ് ആണെങ്കിൽ ആൻഡ് ഇറ്റ് ഈസ് ഇൻ പെർപെൻഡിക്കുലർ ആക്സിസ് ഈ കേസിൽ നമുക്ക് പോളർ ആക്സിസ് ഏതാണെന്ന് കാണാൻ സാധിക്കും. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് R0യും R1ഉം ആണ്. നമുക്കറിയാം ഇത് ഫോക്കസ്, പോളർ ആക്സിസ്, നെഗറ്റീവ് ഡയറക്ഷൻ, പെർപെൻഡിക്കുലർ ആക്സിസ്, നെഗറ്റീവ് ഡയറക്ഷൻ. Here theta equal to 0, theta equal to pi by 2, theta equal to pi, theta equal to minus pi by 2. എലിപ്സിന്റെ കേസിൽ നമ്മൾ ഓരോ സാഹചര്യത്തിലും റൈറ്റിലാണെങ്കിൽ തീറ്റ ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു പൈ, R0യും R1ഉം കിട്ടുമായിരുന്നു. തീറ്റ ഈക്വൽ ടു പൈ, തീറ്റ ഈക്വൽ ടു 0, R0 R1. എബോവ് പോൾ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2, തീറ്റ ഈക്വൽ ടു മൈനസ് പൈ ബൈ 2, R0 R1. In this case, theta equal to minus pi by 2, theta equal to pi by 2 for R0 R1. പക്ഷേ ഹൈപ്പർബോളയ്ക്ക് കൃത്യമായി നമുക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഹൈപ്പർബോളയുടെ സ്കെച്ചിങ് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു സ്കെച്ചിങ് ആണ്. പക്ഷെ നമുക്കത് ഇങ്ങനെ കാണാൻ സാധിക്കും. ഫോക്കൽ ആക്സിസ് പോളാർ ആക്സിസിലാണെങ്കിൽ R0യും R1ഉം കിട്ടാൻ 0യും പൈയും തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് R-ലല്ല, ഇവിടെ അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഇതിന്റെ മോഡുലസിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ R അല്ല കണ്ടുപിടിക്കുന്നത്, മോഡുലസ് R കണ്ടുപിടിക്കുക. പൈയും 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൽ ഏതാണോ വലുത് അത് R1ഉം, ഏതാണോ ചെറുത് അത് R0യുമാണ്. അപ്പൊ പിന്നെ അടുത്ത സാഹചര്യത്തിലോ പെർപെൻഡിക്കുലർ ആക്സിസിലാണ് ഫോക്കൽ ആക്സിസ് എങ്കിൽ നമ്മൾ R-ന് പകരം മോഡ് R ആണ് കണ്ടുപിടിക്കുന്നത്. പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മോഡ് R കണ്ടുപിടിക്കുന്നു. ഇതിൽ ഏതാണോ വലുത് അതിന് നമ്മൾ ഫോക്കൽ ആക്സിസ് R1ഉം അടുത്തത് R0യും. സോ അതാണ് അവിടുത്തെ വ്യത്യാസം. ഇങ്ങനെയാണ് R1ഉം R0യും കിട്ടുന്നത്. അറിയാവുന്നതുപോലെ R0യും R1ഉം ഉപയോഗിച്ചിട്ട് ടെർമിൻ A, B, C, ഡ്രോ ബോക്സ്. ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മുടെ അസിൻഡോട്ട്സ് കൂടി ഉണ്ട്. ഡ്രോ asymptote and sketch hyperbola. These are the detailed steps of sketching hyperbola. Problem number 1, R equal 2 by 1 plus 2 sin theta. Clearly, the equation is similar to R equal to ED divided by 1 plus E sin theta, where ED equal to 2, E equal to 2, implies E equal to 2, comma, D equal to 1. Since E is greater than 1, this is a hyperbola. Step 2, focus at pole. Step 3, what is the position of directrix? This is ED divided by 1 plus E sin theta. ആ സാഹചര്യത്തിൽ ഡയറക്ട്രിക്സ് എവിടെയാണ്? ഡയറക്ട്രിക്സ് എബോവ് പോൾ. ഡയറക്ട്രിക്സ് D 1 ആയതുകൊണ്ട് 1 യൂണിറ്റ് എബോവ് പോൾ. ഈ സാഹചര്യത്തിൽ ഇങ്ങനെയായിരിക്കും.
ഒരു റഫ് സ്കെച്ച് വരയ്ക്കുകയാണെങ്കിൽ so this is a rough sketch. Here these vertices are on the perpendicular axis. അതുകൊണ്ട് തന്നെ R0 R1 കണ്ടുപിടിക്കാൻ നമുക്ക് pi by 2 minus pi by 2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മോഡുലസ് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, then theta equal to pi by 2 mod R is equal to modulus of 2 by 1 plus 2 sin pi by 2, which is 2 by sin pi by 2 1 ആണ്, 1 plus 2 equal to 2 by 3. Then when theta equal to minus pi by 2, modulus of R equal to modulus of 2 by 1 minus 1 plus 2 sin minus pi by 2. Sin minus pi by 2 minus 1 ആണ്, so this is modulus of 2 by 1 minus 2. Here 2 by 1 minus 2 is minus 2. Taking modulus, this is 2. ഇവിടെ വലുത് ആരാ? വലുത് 2 ആണ്. Therefore R1 equal to 2, R0 equal to 2 by 3. Now we determine A, B and C. A is equal to half of R1 minus R0. This is half of 2 minus 2 by 3. 2 minus 2. This is 2 by 3. C equal to half of R1 plus R0. C, that is half of 2 plus 2 by 3. Other 6 plus 8 by 3. 4 by 3 item. Then what about B? B equal to root of R0 R1 equal to root of 2 into 2 by 3. That is 2 by root 3. ഇങ്ങനെ നമുക്ക് എല്ലാ സംഖ്യകളും കിട്ടും. Now we sketch the hyperbola. Polar axis, negative direction. Perpendicular axis, negative direction. So this is focus, polar axis 0, pi by 2 axis. Focus at pole. Then directrix 1 unit above pole, that is directrix is directrix. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് സെന്റർ ആണ്. സെന്റർ ഈസ് 4 by 3 units away from the focus. C equal to 4 by 3 ആയതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് എലിപ്സിലെ പോലെ സെന്ററിൽ നിന്ന് ഡയറക്ട്രിക്സിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണോ അതോ അല്ല ഡയറക്ട്രിക്സിന്റെ അതേ വശത്തിലേക്കാണോ പോകുന്നത്, ഇത് ഏതാണെന്നുള്ളത് നമ്മൾ അറിയണം. നമുക്ക് ആദ്യം എലിപ്സിലെ പോലെയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സാഹചര്യം നോക്കാം. എലിപ്സിലെ പോലെ. So we draw a rough sketch, focus, directrix above pole. Suppose center is here, center. So നമ്മൾ A മാർക്ക് ചെയ്യുന്നു. A. Suppose this is A. We mark same A. Vertices. Then draw the minor axis. Suppose B. This one. ഇതാണെന്ന് വിചാരിക്കുക. നമ്മൾ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. Draw the asymptote. Then sketch the hyperbola directrix. ഇവിടെ നോക്കിയേ, ഡയറക്ട്രിക്സ് നമ്മുടെ ഹൈപ്പർബോളയെ കട്ട് ചെയ്യുന്നു. അതൊരിക്കലും കട്ട് ചെയ്യില്ല. ഒരിക്കലും ഒരു കോണിക്കിന്റെ കേസിലും ഡയറക്ട്രിക്സ് കോണിക്കിനെ ഇന്റർസെക്ട് ചെയ്യില്ല. ഡയറക്ട്രിക്സ് will never intersect with the conic. And also the center will not be in the opposite direction of
ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആവില്ല, ഡയറക്ട്രിക്സിന്റെ അതേ ഡയറക്ഷനിൽ ആയിരിക്കും. സോ സെന്റർ away from focus and in the direction of directrix. ഇതാണ് ഹൈപ്പർബോളയുടെ സെന്ററിന്റെ കാര്യം. ഈ കാര്യം ഓർമ്മിക്കുക. C equal to 4/3 center away from focus in the direction of directrix. അതായത് ഇവിടെ ആയിരിക്കും സെന്റർ വരിക. So 4/3 is approximately 1/3, 1 approximately 1/3. So this is center. Then draw the minor conjugate axis. Draw in dotted line. A is 2/3, 2/3, 1/3 ആണ്. So 2/3. So we mark A 2/3 units above and below. മുകളിലേക്കും താഴേക്കും 2/3 units മാർക്ക് ചെയ്യുന്നു. ഒരെണ്ണം 2/3. Again same. So അടുത്തത് ഇവിടെ ആയിരിക്കും 2/3. Then what about B? B approximately 1.15, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും 1.15 യൂണിറ്റ്സ് മാർക്ക് ചെയ്യുന്നു. 1.15. This is 1, nearly 1.15. B മാർക്ക് ചെയ്യും. നമ്മൾ ബോക്സ് കംപ്ലീറ്റ് ചെയ്യും. Next step, draw the asymptote. Asymptote direct ഇതിന്റെ diagonals ആണ്. Then okay, asymptote, using asymptote we sketch the conic hyperbola. Okay. അങ്ങനെ ഹൈപ്പർബോള റെഡിയാണ്. യൂണിറ്റ്സ് ആർ, ദിസ് ഈസ് ഫോക്കസ്, സെന്റർ, 4/3, this one 2/3, this one 2/√3. Okay. Next problem is R equal to 5/2 minus 3 cos theta. ഇത് ഇവിടെ 1 അല്ലാത്തത് കൊണ്ട് സ്റ്റാൻഡേർഡ് ഫോമിലല്ല, നമ്മൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കുന്നു. അതായത് R equal to സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. 2.5/1 minus 1.5 cos theta. Similar to R equal to ED divided by 1 minus E cos theta, where ED equal to 2.5, E equal to 1.5. It implies D equal to 2.5/1.5 equal to 5/3. Since step 1 E greater than 1 implies this is a hyperbola. 2. Focus. Focus എവിടെയാ? Focus at pole. 3. Directrix. So ഇവിടെ ED divided by 1 minus E cos theta ആണ്. So directrix left of pole ആണ്. D equal to 5/3. So directrix 5/3 unit left of pole. Directrix. That means polar axis is the focal axis.
polar R is negative. That means for determining R0 and R1, we will substitute theta equal to 0, pi for R0 and R1. So substituting when theta equal to 0, mod R equals modulus of pi by 2 minus 3 cos 0. Cos 0 1 ആണ്. So ഇത് വന്നിട്ട് pi by minus 1 എന്ന് വരും. So modulus pi. Theta equal to pi, modulus of R equal to pi by 2 minus 3 cos pi. Cos pi 1 ആണ്. Minus 1. Cos pi minus 1 ആണ്. So this is 2 plus 3 ആകും. അപ്പോൾ 5 by 5 1 ആകും. Then R0 equal to 1, R1 equal to 5. Now what about A? A equal to half of R1 minus R0. അത് വന്നിട്ട് 2. B equal to root of R1 R0 equal to root 5. C equal to half of R1 plus R0 equal to 3. അപ്പോൾ നമുക്ക് എല്ലാ ക്വാണ്ടിറ്റീസും കിട്ടി. Now we get the hyperbola. നമ്മൾ ഹൈപ്പർബോള സ്കെച്ച് ചെയ്യാം. ആദ്യം പോളാർ ആക്സിസ്, നെഗറ്റീവ് ഡയറക്ഷൻ, പെർപെൻഡിക്കുലർ ആക്സിസ്, നെഗറ്റീവ് ഡയറക്ഷൻ. 0, 5/2, focus at pole. Okay. Now, directrix 5/3 units left of pole. 5/3 is approximately 1. 5/3 to 1/3. So 1, 2 to 1/3. Directrix. Next, center C equal to 3. Center away from focus and in the direction of directrix. So 1, 2, 3. This is the center. Draw the conjugate axis. Then A equal to 2. A. So വലത്തേക്കും ഇടത്തേക്കും 2 യൂണിറ്റ് മാർക്ക് ചെയ്യുന്നു. 2, 1, 2. First vertex 1, 1, 2. Second vertex. Now what about B? B root 5. Root 5 is approximately 2.23. Conjugate axis 2.23 ആയിരിക്കുന്നു. 2, 1, 2, 2.23 approximately this one. So draw the box. Then asymptote. Okay. Vertex, asymptote ഉപയോഗിച്ചിട്ട് sketch the hyperbola. Okay. So units mark ചെയ്യാം. Center to focus 3. Then D, center to focus to directrix 5/3. And this one 2. This one root 5. Okay. Now we summarize the determination of R0 and R1 and center in this table. Equation, directrix, R0 and R1. Equation, R equal to ED by 1 plus E cos theta. Directrix, right of pole. Next, R equal to ED by 1 minus E cos theta. Directrix, left of pole. In these two cases, put theta equal to 0 and pi and find mod R
The larger is R1, the remaining is R0. Then R equal to ED divided by 1 plus E sin theta, directrix above 4. Equation R equal to ED divided by 1 minus E sin theta, directrix below 4. In these two cases also, we put pi by 2 and minus pi by 2. എന്നിട്ട് മോഡ് ആർ കണ്ടുപിടിക്കുക. അതിൽ വലുതാരാണോ അത് R1 എന്നും ചെറുത് R0 എന്നും. ഇപ്പോഴും ഓർക്കാനുള്ളത് E ഗ്രേറ്റർ ദാൻ 1 ആണ്. സെന്റർ ഫോക്കസിൽ നിന്ന് അകലെയാണ്. പക്ഷേ ഡയറക്ട്രിക്സിന്റെ അതേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ട്രിക്സ് ഒരിക്കലും കോണിക്കിനെ കട്ട് ചെയ്യില്ല. ഇത് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് തുടർന്ന് കാണാം. താങ്ക് യു.